നമസ്കാരം. ഗർഭിണികൾക്ക് ഉള്ള ചെറിയ സംശയങ്ങൾ തീർക്കാനും പിന്നെ അവർ എന്തൊക്കെയാണ് കെയർ എടുക്കേണ്ടത് അക്കാര്യം പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഡോക്ടർ സന്ധ്യ, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്, ആറ്റുകാൽ ദേവി ഹോസ്പിറ്റൽ. ഗർഭിണികൾ പ്രഗ്നൻസി ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. എന്നാലും നമ്മൾ ഗർഭത്തിൽ കറക്റ്റായിട്ടുള്ള ചെക്കപ്പുകൾ ചെയ്യണം. നമ്മൾ മെയിൻലി ചെക്കപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗർഭമെല്ലാം ഓക്കെ ആയിട്ട് പോകുന്നുണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കാനും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ടൈംലി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാനുമാണ് നമ്മൾ ഈ ചെക്കപ്പിന് വിളിക്കുന്നത്. അപ്പോൾ ചെക്കപ്പിൽ കൂടുതലും നമ്മൾ ചെയ്യുന്ന കാര്യം അമ്മയുടെ ജനറൽ കണ്ടീഷൻ നോക്കും. ആദ്യം അമ്മയുടെ വെയിറ്റ്, അമ്മയുടെ ജനറൽ കണ്ടീഷൻ എങ്ങനെയാണ്, ഗർഭം ധരിക്കാൻ ഉള്ള എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് തിരുത്താൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ആദ്യത്തെ ചെക്കപ്പിൽ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഒരു സ്കാൻ ചെയ്തിട്ട് പ്രഗ്നൻസി എല്ലാം യുട്രസിൻ്റെ അകത്താണല്ലോ ഓക്കെ ആണല്ലോ എന്നൊന്ന് നമ്മൾ കൺഫേം ചെയ്യും. അപ്പോൾ ആദ്യത്തെ മാസങ്ങൾ നമ്മൾ മാസം ചെക്കപ്പിനെ വിളിക്കുകയുള്ളൂ. ആ രീതിയിൽ ആദ്യത്തെ 3 മാസം മന്ത്ലി ചെക്കപ്പായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം 7 മാസം വരെയും മന്ത്ലി ചെക്കപ്പായിരിക്കും. 7 മാസത്തിന് ശേഷം ആഴ്ചയിൽ 2 തവണ വെച്ചായിരിക്കും ചെക്കപ്പ് വിളിക്കുന്നത്. അതിനുശേഷം മാസം തികയാറാകുമ്പോഴത്തേക്ക് എല്ലാ ആഴ്ചയും ചെക്കപ്പിന് നമ്മൾ വരാൻ പറയാറുണ്ട്. ഗർഭം എന്ന് പറഞ്ഞ ഒരു കാര്യം ഗർഭിണികൾക്ക് അത് നല്ല ഒരു സന്തോഷമുള്ള കാര്യമാണെങ്കിലും അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ കൂടുതലും ഗർഭിണികൾക്ക് നമ്മൾ അവരുടെ ഫാമിലി സപ്പോർട്ടും കൂടി നമ്മളെപ്പോഴും പറയാറുണ്ട്. ഫാമിലി സപ്പോർട്ട് കിട്ടുമ്പോഴും ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് കൂടുതലും ആവശ്യമുള്ള ഒരു സമയമാണ്. ആ സമയത്ത് ഗർഭിണികൾക്ക് മനസ്സിനൊരു സന്തോഷം കൂടി വരണം. മനസ്സിൻ്റെ സന്തോഷം വരുമ്പോഴാണ് പ്രഗ്നൻസി കുറച്ചും കൂടി സ്മൂത്തായിട്ട് പോകുന്നതും ആ വയറ്റിൽ വളർന്ന കുഞ്ഞിനും നമ്മൾ പറയാറുണ്ട് അമ്മയുടെ സ്ട്രെസ്സ് കുറയും തോറും കുഞ്ഞുങ്ങൾക്കും അത് നല്ല എഫക്റ്റ് വരാറുണ്ട്. ഒരു പരിധി വരെ പ്രഗ്നൻസിയിലെ പല കോംപ്ലിക്കേഷൻസുകളും നമുക്കത് മാറുന്ന നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഫാമിലി സപ്പോർട്ടായാലും ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ടായാലും കൂടുതലും ഹസ്ബൻഡിൻ്റെ ഒരു സപ്പോർട്ടാണ് നമ്മൾ ഇത് പ്രതീക്ഷിക്കുന്നത്, നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ മിക്ക സമയം നമ്മൾ പറയാറ് പ്രഗ്നൻസി ചെക്കപ്പിന് വരുമ്പോഴെങ്കിലും ഹസ്ബൻഡും കൂടെ വരുന്നതാണ് കുറച്ചും കൂടി നല്ലത്. പിന്നെ സാധാരണ നമ്മൾ കാണാറ് പ്രഗ്നൻസിയിൽ ചില സംശയങ്ങൾ, അതായത് കുറച്ച് പേര് ഉറക്കമില്ല എന്ന് പറയാറുണ്ട്, ഉറക്കക്കുറവ് പറയാറുണ്ട്. അവർക്കതൊരു വിഷമം പോലെയാണ്. അത് നോർമലാണ്. പ്രഗ്നൻസിയിൽ രാത്രി ചിലപ്പോൾ ഉറക്കക്കുറവ് കാണാം. നമ്മൾ രാത്രി പെട്ടെന്ന് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉറക്കം കാണില്ല. ഇതെല്ലാം പ്രഗ്നൻസിയിൽ വരുന്ന ചെറിയ ചേഞ്ചസ് ആണ്. അപ്പോൾ അതൊന്നും അത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളില്ല. ചിലപ്പോൾ നമ്മൾ ഉച്ച സമയത്തായിരിക്കും നമ്മൾ കൂടുതൽ ഉറങ്ങുന്നത്. ജോലി ചെയ്യുന്ന അമ്മമാരാണെങ്കിൽ അവർക്ക് എന്തായാലും ജോലി കാരണം ക്ഷീണം കാരണം മിക്ക സമയം രാത്രി ഉറങ്ങും. ഇല്ല വീട്ടിലുള്ള അമ്മമാരാണെങ്കിൽ ഉച്ച സമയത്ത് ഒരു 2-3 മണിക്കൂർ ഉറക്കം കിട്ടുവാണെങ്കിൽ അത് നല്ലതാണ്. പിന്നെ എന്തൊക്കെ കഴിക്കാം, എന്ത് കഴിച്ചുകൂടാ, ഇതും ഓരോ സംശയങ്ങളാണ്. പൊതുവേ നമ്മൾ പ്രഗ്നൻസിയുടെ ചെക്കപ്പൊക്കെ ചെയ്യുമ്പോൾ എല്ലാം ഓക്കെ ആയിട്ട് പോകുന്ന സ്ത്രീകളാണെങ്കിൽ അവർക്ക് നമ്മൾ സാധാരണ നമ്മളെ വീട്ടിലുള്ള ഭക്ഷണങ്ങളെല്ലാം കഴിക്കാം. വീട്ടിലുള്ള എല്ലാ രീതിയിലെ പച്ചക്കറികളും ഉപയോഗിക്കണം. പിന്നെ മുട്ട, മീൻ, ചിക്കൻ ഇതെല്ലാം കഴിക്കാൻ നല്ലതാണ്. പ്രോട്ടീൻ ആയിട്ടുള്ള ആഹാരങ്ങൾ ഇതെല്ലാം, പാലൊക്കെ കുടിക്കണം, ഇതെല്ലാം കഴിക്കാം. ചില പേർക്ക് പൈനാപ്പിൾ കഴിക്കാവോ, പപ്പായ കഴിക്കാവോ എന്നൊക്കെ പേടിക്കാണും. അങ്ങനെ നമുക്ക് കഴിച്ചുകൂടാന്നുള്ള ആഹാരം അങ്ങനെ ഇല്ല. എന്നാലും പേടിയുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക, അതേ ഉള്ളൂ. പിന്നെ കൂടുതൽ ആദ്യത്തെ 3 മാസങ്ങളിൽ ഛർദി കാണും, ചില മണം പിടിക്കില്ല, ചില ടേസ്റ്റുകൾ ഇഷ്ടപ്പെടില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ അവർക്ക് ഇഷ്ടമുള്ള ആഹാരം അവരെ നിർബന്ധിക്കാൻ പറയാറില്ല. ആദ്യത്തെ 3 മാസങ്ങളിൽ അവർക്ക് മണം പിടിക്കുന്നതും കാഴ്ചയിൽ ഇഷ്ടപ്പെടുന്നതും മാത്രം കഴിച്ചാൽ മതി. വയറ് നിറച്ച് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അപ്പോഴായിട്ട് കുറേശ്ശായിട്ട് കഴിച്ചാലും മതി. നിർബന്ധിക്കുമ്പോഴാണ് ഛർദിയിലും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. പിന്നെ കാലിൽ നീര് കാണാറുണ്ട്. അതും പ്രഗ്നൻസിയിൽ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കൂടും അമ്മയുടെ ശരീരത്തിൽ. അതാണ് ഈ കാലിൽ നീരായിട്ട് കാണുന്നത്. അത് പൊതുവേ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കാലിൽ ചെറിയ നീരും ആയിട്ട് കാണാറുണ്ട്. കാലിൽ ചില തരിപ്പൊക്കെ വരാറുണ്ട്. അത് നമ്മൾ ഒരു പരിധി വരെ പ്രഗ്നൻസിയിൽ അത് നോർമലാണ്. ചിലപ്പോൾ ഉറങ്ങി എണീക്കുമ്പോൾ നീര് കുറയും. നേരെ മറിച്ച് നീരൊട്ടും കുറയുന്നില്ല, അത് കൂടി വരുന്നുണ്ട്. അതൊരു BP ലക്ഷണം കൂടിയാണ്. ചെറിയ രീതിയിലെ നീരാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ചെക്കപ്പിന് വരുമ്പോൾ ഇക്കാര്യം ഡോക്ടറോട് പറയണം. അപ്പോൾ നമ്മൾ BP ഒന്നും കൂടി റീചെക്ക് ചെയ്യോ, BP ഉണ്ടോ എന്നൊന്നും കൂടി അത് ചെക്ക് ചെയ്ത് നോക്കണം.
പിന്നെ രണ്ടാമത്തെ ഉള്ള കാര്യം നടുവേദന. ഇതും വളരെ കോമൺലി ആൾക്കാർ പറയുന്നതാണ്. നടുവേദന പ്രഗ്നൻസിയിൽ കാണാം. കൂടുതലും വയറ് വലുതായി വരുമ്പോൾ അമ്മയുടെ ബാക്ക് ബെൻഡാവുമ്പോൾ ബാക്ക് നല്ല സ്ട്രെയിൻ വരാറുണ്ട്. നടുവേദന, ചിലപ്പോൾ കഴുത്തിന് കഴപ്പ്, ഷോൾഡർ കഴപ്പ്, കയ്യിൽ തരിപ്പ്, കാലിൽ തരിപ്പ്, ഇതൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അത് ഈ പ്രഗ്നൻസിയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ്. അത് നമ്മൾ മരുന്നുകളൊന്നും വേണമെന്നില്ല. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ, ചൂടുവെള്ളത്തിൽ കുളിക്കുക, ദേഹം ഒന്ന് മസാജ് ചെയ്യുക, പിന്നെ നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ ഒരു പില്ലോ ഒക്കെ വെച്ചിട്ട് നല്ലപോലെ പൊസിഷൻ ചെയ്തിരിക്കുമ്പം തന്നെ ഒരു പരിധി വരെ ഇതിൽ വ്യത്യാസം വരും. എന്നിട്ടും വേദന ഉണ്ടെങ്കിൽ നമുക്ക് പ്രഗ്നൻസിയിൽ സേഫായിട്ടുള്ള പെയിൻ കില്ലർ എന്ന് പറയുന്ന പാരസെറ്റമോളാണ്. വല്ലപ്പോഴും അത് കഴിക്കുന്നതിന് പ്രശ്നമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ പല്ല് വേദന കുറേ പേര് പ്രഗ്നൻസിയിൽ പറയാറുണ്ട്. നമ്മൾ ആസ് ഫാർ ആസ് പോസിബിൾ പല്ലിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ അതൊക്കെ ക്ലിയർ ചെയ്യുന്നതാണ് നല്ലത്. എന്നാലും പ്രഗ്നൻസി സമയത്ത് ഡെൻറ്റലിൻ്റെ പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ പൊതുവേ നമ്മൾ പറയുന്നത് 3 മാസം മുതൽ 7 മാസത്തിൻ്റെ ഉള്ളിലാണ് ഡെൻറ്റൽ പ്രൊസീജിയേഴ്സ് പ്രഗ്നൻസിയിൽ സേഫ് എന്ന് പറയുന്നത്. എന്തായാലും എന്ത് വന്നാലും ബുദ്ധിമുട്ടുകൾ അമ്മയ്ക്ക് ഉണ്ടാവാത്ത രീതിയിൽ നമ്മൾ പ്രഗ്നൻസി ആണെന്ന് പറഞ്ഞ് ചികിത്സ നിഷേധിക്കാൻ പാടില്ല. അമ്മയെ ചികിത്സിച്ചേ പറ്റൂ. അങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾ ചെറിയൊരു ഹൈ റിസ്കിൽ ചെയ്യേണ്ടി വരും. പക്ഷേ പൊതുവേ നമ്മൾ 3 months to 7 months ഉള്ളിലാണ് ഡെൻറ്റൽ പ്രൊസീജിയേഴ്സ് അഡ്വൈസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഡെയിലി കുളിക്കുന്നതൊക്കെ ഡെയിലി നമ്മൾ കുളിക്കണം. ഡെയിലി നമ്മുടെ പേഴ്സണൽ ഹൈജീനും നല്ലപോലെ കീപ്പ് ചെയ്യണം. പിന്നെ കോൺസ്റ്റിപ്പേഷൻ, അതായത് മലം പോകാന്നുള്ളൊരു ബുദ്ധിമുട്ട്, അതും പ്രഗ്നൻസിയിൽ അതിന് കൂടെ പൈൽസിൻ്റെ പ്രശ്നം, ഇതും പ്രഗ്നൻസിയിൽ വരുന്ന ഒരു ചേഞ്ചാണ്. നമുക്ക് ഒരു പരിധി വരെ നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മൾ നല്ല നാരടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പം അത് മാറും. എന്നാലും നമ്മളെല്ലാവർക്കും അയണും കാൽഷ്യം ടാബ്ലറ്റ്സ് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ വന്നേക്കാം. നമുക്കപ്പോൾ അതിന് ഉള്ള മരുന്നുകളും ഉണ്ട്, സിറപ്പും അല്ലാതെ സിറപ്പുകളും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഡോക്ടറോട് പറഞ്ഞ് അതൊക്കെ ഉപയോഗിക്കുന്നതിന് പ്രഗ്നൻസിക്ക് കുഴപ്പമില്ല, അത് ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല. പിന്നെ നെഞ്ചരിച്ചിൽ, ഇതും വളരെ വളരെ കോമണാണ് പ്രഗ്നൻസിയിൽ. അപ്പോൾ അത് നെഞ്ചരിച്ചിലാണെന്ന് പറഞ്ഞ് വേറെ പേടിക്കേണ്ട കാര്യമില്ല. അത് കുഞ്ഞ് വലുതാവും തോറും വയറ് വലുതാവുമ്പം കഴിക്കുന്ന ആഹാരം നെഞ്ചിലോട്ടിങ്ങനെ കയറുന്നതാണ് നമ്മൾ ഹാർട്ട് ബേൺ അല്ലെങ്കിൽ നെഞ്ചരിച്ചിലെന്ന് പറയുന്നത്. പൊതുവേ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് കിടക്കുമ്പോൾ ഫ്ലാറ്റായിട്ട് കിടക്കണ്ട, ചെരിഞ്ഞ് കിടക്കാം. അല്ലെങ്കിൽ 2 തലേന്ന് വെച്ചിട്ട് ചാരുകസരയോ ദീവാനയിൽ കിടക്കുന്ന പോലെ കുറച്ചൊന്ന് പൊങ്ങി കിടന്നാൽ ഈ ബുദ്ധിമുട്ടുകൾ കുറയും. ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കാതിരിക്കുക, വെള്ളം ധാരാളം ഉപയോഗിക്കുക. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആൻറ്റാസിഡ് സിറപ്പ്, ജെലുസിൽ പോലത്തെ സിറപ്പോ അല്ലെങ്കിൽ പാൻ40 പോലത്തെ അസിഡിറ്റിയുടെ ടാബ്ലറ്റ്സോ ഇതൊക്കെ ഉപയോഗിക്കാം. ഇതെല്ലാം പ്രഗ്നൻസിക്ക് സേഫാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രഗ്നൻസിയിൽ നമുക്ക് കണ്ടുവരുന്ന കാര്യങ്ങളാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഇത് പ്രഗ്നൻസിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും പേടിക്കേണ്ട കാര്യങ്ങളല്ല. പിന്നെ ചെക്കപ്പ് എപ്പോഴും കറക്റ്റായിട്ട് ചെയ്യണം. നമ്മൾ 2 ഡോസ് TT പ്രഗ്നൻസിയിൽ എടുക്കണം. 3 മാസം അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞിട്ട് അയൺൻ്റെയും കാൽഷ്യൻ്റെ ഗുളികൾ കഴിച്ചു തുടങ്ങണം. പിന്നെ സ്കാൻ, നമ്മൾ ബേബിയുടെ അനോമലി സ്കാൻ 2ആയിട്ടാണ് ചെയ്യണം. ഒന്ന് 3-ാം മാസം NT സ്കാൻ എന്ന് പറയും. പിന്നെ 5-ാം മാസമാണ് മേജറായിട്ട് വൈകല്യങ്ങൾ ഉണ്ടോ ഇല്ലെന്ന് നോക്കുന്ന ഒരു സ്കാൻ. നമ്മൾ ഒരു 90% സ്കാൻ നമുക്ക് ഓക്കെ ആണെങ്കിൽ ബേബി ഓക്കെ എന്ന് എടുക്കാം. സ്കാനിൽ നമ്മൾ മേജറായിട്ട് ബേബിയുടെ എല്ലാ പാർട്ടും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നാണ് നമ്മൾ സ്കാനിൽ നോക്കണം. കണ്ണുണ്ടോ ഹാർട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കും. പക്ഷേ കണ്ണിന് കാഴ്ചയുണ്ടോ, ചെവിയുണ്ടോ, കേൾവിയുണ്ടോ, ഇതൊന്നും നമുക്ക് സ്കാൻ വഴി അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ സ്കാൻ എല്ലാം ഓക്കെ എന്ന് പറഞ്ഞാലും 90% വരെ അത് ഓക്കേനെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ള BP ചെക്കപ്പും, പിന്നെ നമ്മൾ ഷുഗറിൻ്റെ ടെസ്റ്റുകൾ, പിന്നെ അമ്മയുടെ രക്തത്തിൻ്റെ അളവ്, ഇതെല്ലാം നമ്മളെ ചെക്കപ്പിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. തൈറോയിഡിൻ്റെ അളവ്, ഇക്കാലത്ത് നമ്മൾ തൈറോയിഡും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് പ്രഗ്നൻസിയിൽ. ഇതെല്ലാം നമ്മൾ ഡോക്ടർ പറയുന്ന രീതിയിൽ ഫോളോ ചെയ്യുക. പിന്നെ ബ്ലഡ് ടെസ്റ്റുകളും നമ്മൾ പറയുന്ന രീതിയിൽ ചെയ്താൽ പ്രഗ്നൻസി മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഫ്രൂട്ട്ഫുൾ ആയിരിക്കും. ഫാമിലി സപ്പോർട്ടും കൂടി ആകുമ്പോഴാണ് നമ്മൾ പ്രഗ്നൻസി കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, ശരി, താങ്ക് യു.